ഇന്ന് ഞാൻ അടുക്കളത്തോട്ടത്തിലോട്ട് പോകേണ്ട. അടുക്കളത്തോട്ടത്തിൽ പച്ചമുളക് കുറച്ച് ആയിക്കിടക്കുന്നുണ്ട്. മൂത്തിട്ടുള്ളത് പക്ഷേ വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മത് പൊട്ടിച്ചെടുക്കാമെന്ന് ഓർത്താണ്. അല്ലെങ്കിൽ അത് വല്ലാണ്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എരിവായിരിക്കും. നമുക്ക് കറിയിലിട്ടുള്ളത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊന്നും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് കോവക്ക കുറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. അതും പൊട്ടിച്ചെടുക്കട്ടെ. മൂത്ത് പോയാൽ പിന്നെ ഇതെടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴയെന്ന് വെച്ചാൽ വലിയ മഴയല്ല, ചെറുതായിട്ടൊന്നും പൊടിഞ്ഞ്. കാരണം ഈ വലയമേക്ക വെള്ളത്തുള്ളികൾ വീണെടുക്കുന്നുണ്ട്. അതാണ് കോവക്ക പൊട്ടിക്കുമ്പോൾ വെള്ളം ഫോണിലോട്ട് വീഴണം. അതാണ് നമുക്ക് പച്ചമുളക് ആദ്യം പൊട്ടിച്ചെടുക്കാം. ഒരു പ്രാവശ്യം പൊട്ടിച്ചതാണിത്. പക്ഷെ ഇത് മൂക്കണതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റാണ്. കറിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സിക്കം കഴിക്കണ പോലെ കഴിക്കരുത്, എരിവില്ലാണ്ടാവുമ്പോൾ. ഇന്നലെ ഇച്ചിരി വലക്കലൊരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മുള്ളുള്ള മീൻ, അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് കിട്ടിയിട്ട് ഈ മുളക് വെച്ചിട്ട് നല്ലതായിരുന്നു. പച്ചമുളക് അപ്പോൾ നമ്മളൊക്കെ നട്ടാലും ഉണ്ടാവും. കാന്താരി മുളക് നട്ടു കൊടുക്കണം പറയുക, അല്ലാണ്ട് ഞാൻ ചെയ്യാറില്ല കേട്ടോ. കാന്താരി മുളക് പാകി പിടിപ്പിച്ചിട്ടില്ല ഇത്ര നാളായിട്ട്. ഉള്ളത് കുറേയൊക്കെ അവിടെ ഞാൻ ഉണക്കാൻ വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു ദിവസം അതിന് സമയം കണ്ടെത്തി ചെയ്യണത്. ഒരു കാര്യം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് എങ്ങനെയും ചെയ്യും. എത്ര നേരമില്ലെങ്കിൽ ഞാൻ ചെയ്തോളും. പക്ഷേ അത് ഒന്ന് വന്ന മനസ്സിലോട്ട് ചെയ്യണമെന്ന്. കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഫോൺ നോക്കിയാൽ നമുക്കൊരു നമ്മുടെ ശരീരത്തിനായാലും മനസ്സിനായാലും നമ്മൾ ഫോൺ നോക്കിയിരുന്നു കഴിഞ്ഞാലേ വല്ലാണ്ടൊരു ഇറിറ്റേഷനായിരിക്കും. കാരണം എത്ര നല്ല പ്രോഗ്രാമാണ് കണ്ടിരിക്കണമെങ്കിലും നമുക്കൊരു സുഖം കിട്ടില്ല. പിന്നെ ഈ മുളകൊക്കെ പൊട്ടിച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നാലും ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ പൊട്ടിച്ചെടുക്കൽ. പിന്നെ ഈ ചെടികൾക്ക് നമ്മൾ എല്ലാ ദിവസവും അരികത്ത് ചെല്ലണതൊരു സന്തോഷമായിരിക്കും കേട്ടോ. അതുങ്ങൾക്കും നമ്മളെയൊക്കെ അറിയാവുന്നതാണ്. നമ്മുടെ സാമീപ്യം കിട്ടിക്കഴിഞ്ഞാലാണ് ഇതുങ്ങൾ കൂടുതലും ഉണ്ടായി വരുന്നത്. ഞാൻ രാവിലെ ഇപ്പം ഞാൻ നേരത്തെ ഒന്നും കൂടി വന്നിരുന്നു ഇവിടെ ഇതുങ്ങളെ എന്തായി നോക്കാനായിട്ട്. വന്ന് എണീക്കുമ്പോൾ തന്നെ ഒന്ന് വന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. പിന്നെ ഞാനിതിൽ ഒരുവിധം വലുതൊക്കെ പൊട്ടിച്ചെടുത്ത്, എല്ലാവരും പൊട്ടിച്ചെടുക്കണില്ല, ഒരുവിധം വലുത് മാത്രം. പിന്നത്തെ കൊത്തമര നിൽക്കുന്നുണ്ട്. കൊത്തമര പൊട്ടിച്ചെടുക്കട്ടെ. കൊത്തമര പൊട്ടിച്ചെടുക്കാനായിട്ട് കത്തി വേണമെന്ന് എടുക്കുന്നുണ്ട്. പോകുന്നുണ്ട്. കൊത്തമര പൊട്ടിക്കാനായിട്ട് കത്തി എടുത്തുകൊണ്ട് പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ചെറുതൊക്കെ ഇങ്ങോട്ട് പോകുന്നു. കത്തിയും ഫോണായിട്ട് നിന്ന് പൊട്ടിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും ഞാൻ കുഴപ്പമില്ല. കത്തി ഇതൊരു കുഞ്ഞു കത്തിയാണിത്. ഇത് കടയിൽ നമുക്ക് ഇവിടെയൊക്കെ കമ്പനികളുണ്ട്. ഈ ചെമ്മീനും മറ്റേ കൂന്തലിൻ്റെയൊക്കെ നന്നാക്കണ കമ്പനികളെ, അവിടെ ചെമ്മീൻ കിള്ളാരിക്ക് കിള്ളാൻ വേണ്ടി വാങ്ങിച്ച കത്തിയാണ്. പക്ഷേ ഞാനിത് വീട്ടിലോട്ടെടുത്തത് പോയില്ലെങ്കിലാന്ന് ഓർത്താണ് ഞാൻ എടുത്തത്. ചില മരപ്പിടിയുള്ള കത്തി അവർക്ക് കമ്പനിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുതിർന്ന് പെട്ടെന്ന് പോകുമെന്നാണിത്. കാരണം ഒരെണ്ണം മാത്രം സാമ്പിൾ വെച്ചിട്ട് വീട്ടിലോട്ട് എടുത്തുകൊണ്ട് വന്നു. പക്ഷെ നല്ല മൂർച്ചയാണ് ഇതിന്. ഒരു ചേട്ടൻ പണിതുകൊണ്ടി തന്നതാണ്. നല്ല കത്തിയാണ് ഇത്. ഉള്ളിയൊക്കെ നന്നാക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കത്തിയാണ് കേട്ടോ. കാര്യത്തിരി ഉള്ളെങ്കിൽ നല്ല മൂർച്ചയുണ്ട് സംഗതിക്ക്.
നേരത്തെ ഈ ഇത് കൊണ്ടൊന്ന് എടുത്തപ്പോൾ എൻ്റെ കൈ ഒന്ന് പയ്യെ മുറിഞ്ഞ്, അത്രയും മുറിച്ചുണ്ട്. ഒന്ന് പയ്യെ തൊട്ടാൽ മതി. പിന്നെ അതായത് ഇതിനും ഇത് തക്കാളി ഉണ്ടായി തുടങ്ങി. പിന്നെ തക്കാളി വെച്ചാക്കണ അത് ഈ കുത്തി വെച്ചാക്കണ കൊമ്പുമ്മ ഉണ്ട്, അത് പിടിക്കണം. പരുത്തിയുടെ കൊമ്പാണ്, അത് പിടിച്ചവനുണ്ട്. ഞാൻ പിടിച്ച് കളഞ്ഞാലേ ഇത് പരുത്തിയുടെ ഇതായിരിക്കും നിറച്ചുകൂടെ, തണലായി മാറുമല്ലോ. ഞാൻ കോവക്ക പൊട്ടിച്ചെടുക്കട്ടെ കുറച്ചുള്ളത് വെച്ചാൽ അത് ഫോണിലെടുക്കല്ല, പൊട്ടിച്ചെടുക്കട്ടെ. ഉണ്ടായി ഇപ്പോൾ കുറച്ച് പച്ചമുളകും കുറച്ച് കൊത്തമരയും കോവക്ക 2-3 അടി കിടക്കണം കേട്ടോ. ഞാനിനി കോവക്ക പൊട്ടിക്കാൻ പോകുന്നുള്ളൂ. കോവക്ക ഒന്നുകൂടി പൊട്ടിക്കട്ടെ. കോവക്ക ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇതിൽ ഉണ്ടായി കിടക്കേണ്ട, എനിക്കത് പൊട്ടിക്കാനായിട്ട് പറ്റില്ല. മരത്തിൻ്റെ മേലിലോട്ട് പോയിട്ട് വലിയിട്ടാക്കണ മരത്തിൻ്റെ അല്ല ഈ കൊമ്പ് കുത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലിലോട്ട് പോയിട്ടുണ്ട്, പൊട്ടിക്കാൻ പറ്റുള്ളത്. പിന്നെ ഇത് 2 അച്ചിങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. അച്ചിങ്ങയൊക്കെ ഉണ്ടായി തീർന്നിട്ടാ. അച്ചിങ്ങയൊക്കെ നമുക്ക് അന്ന് ഉണ്ടായ പോലെ ഒന്നും ഉണ്ടായി കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഉപ്പുവെള്ളം കയറിയപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഉണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നിർത്തിയിട്ടും ആ ഉപ്പിൻ്റെ ഒരു അംശം അതിൻ്റെ വേരുമ പിടിച്ചാറിഞ്ഞു, അങ്ങനെ അങ്ങോട്ട് ഉണ്ടായില്ല. ഇപ്പോൾ കയറിയില്ലെങ്കിൽ ഉണ്ടായാനേ. നമ്മുടെ കുറച്ച് പച്ചമുളകായാലും കുറച്ച് കോവക്ക, കുറച്ച് കൊത്തമര, 2 അച്ചിങ്ങ, ഇതൊക്കെ ഉണ്ട് നമുക്ക്. ഇത് ചെറിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തി, ഞാൻ കുറച്ച് പുല്ലൊക്കെ പറിക്കാനുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാനില്ല.